ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഏറ്റവും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയൊക്കെ ഭയങ്കര ചർച്ചയായ ഒരു ടോപ്പിക്കാണ്, അതായത് ആര്യന്റെയും ജിസൈലിന്റെയും പുതപ്പിനടിയിലത്തെ വിഷയം അല്ലെ. നമ്മുടെ അനുമോള് കണ്ടു, അനുമോള് അത് കണ്ടു, ഇത് കണ്ടു, ഉമ്മ വെക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതിന്റെ ഒരു സത്യാവസ്ഥയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. മീൻസ് ആ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യത്തിന് നമ്മൾ കീനായിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു സമ്മറിയാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇപ്പോ ജിസയില് ആരിനെയൊക്കെ വിട്ടിട്ട് ഒരു പുതിയൊരാളോട് പുള്ളിക്കാരിക്ക് ഒരു കണക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ട്. ആൻഡ് രണ്ടുപേർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ്. സോ വേറൊരു കാര്യം, ഈ ആദില നൂറ എന്ന് പറയുന്ന അവരുടെ ഒരു ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യും. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ നമുക്കറിയാം 23 വയസ്സാണ് നമ്മുടെ ആര്യന്. ആൻഡ് ഓൾസോ ജിസയില് കുറച്ചുകൂടി നല്ല ഏജ് ഉണ്ട്, നല്ല ഏജ് ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. സോ ജിസൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൾച്ചർ അല്ല. പക്ഷെ മലയാളി ആണെങ്കിൽ പോലും പുള്ളിക്കാരി ഈ ഒരു കൾച്ചർ അല്ല, നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ്. ആൻഡ് പോരാത്തതിന് പുള്ളിക്കാരി ഒരു മോഡലാണ്. സോ പുള്ളിക്കാരിയുടെ എതിരെ ഇങ്ങനെയുള്ള അനുമോള് ഇറക്കിയ എന്തെങ്കിലും അലിഗേഷൻസ് വരുവാണെങ്കിൽ പുള്ളിക്കാരിക്ക് അതൊരു പ്രോബ്ലമേ അല്ലാത്തൊരു രീതിയാണ്. കാരണം അവരുടെ കൾച്ചർ അങ്ങനെയാണ്. ബട്ട് ആര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ആളുടെ ഏജ് മീൻസ് ഏജിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ കരിയർ സ്റ്റാർട്ടിങ് ആണ്. സോ ആൾക്ക് ഇനി കുറെ ഇതാവാനുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഫസ്റ്റ് ഒരു ഇതുപോലത്തെ ഒരു ഷോയില് വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം എന്താണ്, ഇവര് തമ്മിൽ ഒരു ലവ് അല്ല, വേറൊരു റിലേഷൻഷിപ്പും അല്ല. പക്ഷെ എന്താണ്, ഇങ്ങനെ ഒരു സംഭവം അനുമോള് പറഞ്ഞ സംഭവങ്ങൾ ഉമ്മ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചിന്തിക്കും അത് ജസ്റ്റ് ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി, അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഒരു സംഭവം മാത്രമാണ്. അപ്പോൾ ആളുടെ ഇമേജിനെ അത് ശരിക്കും നല്ല രീതിക്ക് തന്നെ ജിസൈലിനേക്കാൾ കൂടുതൽ ആര്യനിലേക്ക് അത് അഫക്ട് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഇത് തെളിയിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ എന്തായാലും ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഒന്ന് ഷെയർ ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമ്മുടെ അനുമോള് പറഞ്ഞിരുന്നു ഈ ഒരു സംഭവം പുള്ളിക്കാരി കണ്ടത് കിറ്റ് പോയതിന്റെ പിറ്റേന്നാണ്. ഓക്കെ, പിറ്റേന്നാണെന്ന് 3-4 പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടവരാണെങ്കിലും ഏതെങ്കിലും ഷോർട്സ് കണ്ടവരോ പ്രൊമോസ് കണ്ടവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അല്ലെ, കിറ്റ് പോയതിന്റെ തലേന്നാണ് പുള്ളിക്കാരി ഈ ഒരു സീൻ കാണുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ കിറ്റ് പോയതിന്റെ തലേന്ന് പറയാം, കിറ്റ് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 26 ആണ്. ഓക്കെ, 26-നാണ് കിറ്റ് പോയത്. ആൻഡ് കിറ്റ് പോയതിന്റെ തലേന്ന് പറയുമ്പോൾ 25th ആണ്. ഓക്കെ, 25ന് അനുമോൾ എന്താണ്, ജയിലിലാണ്. ജയിലിൽ കിടന്ന് ഇവളെ എങ്ങനെ കാണുന്നു എന്നാണ് എന്റെ ആദ്യത്തെ ഡൗട്ട്. ഓക്കെ, ദെൻ സെക്കൻഡ്, അപ്പം ഇനി പുള്ളിക്കാരിക്ക് മാറിപ്പോയതായിരിക്കാം, പിറ്റേന്നാണെന്നുള്ളത് മാറിപ്പോയിട്ട് ഇനി തലേന്നായിരിക്കാം. ചിലപ്പോ നമുക്ക് അതിനകത്താണ്, നമുക്ക് ഡേറ്റും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ സമയമൊന്നും അറിയത്തില്ല. അപ്പോൾ തലേന്നാണ്. ഓക്കെ, തലേന്നാണെങ്കിൽ ആര്യനും ജിസയിലും വേറെ വേറെ സ്ഥലത്താണ്. അതായത് നമ്മളൊരു ടാസ്ക് ഉണ്ടായിരുന്നു, സ്വേച്ഛാധിപതി ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അവര് പണിപ്പുരയായിരുന്നോ അവിടെ ഒരു പ്ലേസിലായിരുന്നു. അപ്പൊ അവിടെ ആ രാത്രി മുഴുവനും ആര്യൻ ഓരോ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ 7 ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ ടാസ്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആര്യൻ ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ജിസയിലാണെങ്കിൽ വെളിയിലായിരുന്നു അന്ന്. ഓക്കെ, അപ്പം ജിസയില് നമ്മുടെ നെവിന്റെ അടുത്ത് ഒരു അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഈ പണിപ്പുരന്ന് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നതിനകത്തുനിന്ന് ജ്യൂസും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉള്ളവർക്ക് എടുത്തു കൊടുത്തു. അപ്പം സ്വേച്ഛാധിപതികൾ അവിടെ കിടന്ന് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ജ്യൂസ് കുടിച്ച് അടിച്ചു പൊളിക്കുക, ജ്യൂസ് ഐസ്ക്രീം ഒക്കെ തിന്ന് അടിച്ചു പൊളിക്കുവാണോ എന്ന് ചോദിച്ച് ജിസയിലും നെവിനും തമ്മിൽ അന്നൊരു അടിയും ഉണ്ടായി. അന്നേരം തലേന്നോ പിറ്റേന്നോ പുള്ളിക്കാരി കാണാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഓക്കെ, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മസ്താനി ജിഷിനും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കുറെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് അപ്പൊ തന്നെ നമ്മുടെ
അനുമോളുടെ ഒരു ക്യാരക്ടറിൽ എനിക്കൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് ഈ വൈൽഡ് കാർഡ് വന്നപ്പോൾ. പുള്ളിക്കാരിക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു സംഭവം പുള്ളിക്കാരിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഓൾസോ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാരാണ്, ഒരേ ഇൻഡസ്ട്രി എന്നുള്ളതാണ് അല്ലെ. അപ്പം മസ്താനി ഉറപ്പിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ കണ്ടു, ജിഷിന് പറഞ്ഞു ഞങ്ങൾ കണ്ടു. സോ പുള്ളിക്കാരിക്ക് എന്താണ്, ഇനി എനിക്ക് പറയാം, കാരണം ഇത് വെളിയിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മുടെ അനുമോള് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് അനുമോള് പറയുന്നത്. കാരണം അനുമോള് കണ്ടിട്ടില്ല. ഓക്കെ, ഇപ്പൊ അനുമോള് കണ്ടെന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെ അടുത്തും പ്രചരിക്കുന്നുണ്ട്. ഒരു പുതപ്പ് ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ലെ, ആ ഒരു വീഡിയോ. അപ്പൊ അന്ന് ശരിയാണ്, ആര്യൻ വന്ന് കയറി കിടക്കാൻ നേരം ഇങ്ങനെ എല്ലാരെയും നോക്കുന്നുണ്ട്. ആര്യന്റെ റൈറ്റ് സൈഡിൽ ഒരാൾ കിടക്കുന്നതുകൊണ്ട് അത് മേ ബി ശൈത്യ ആകാം. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ ആരുമില്ല. അനുമോള് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. മേ ബി അനുമോളാകാം, അല്ലെങ്കിൽ ശൈത്യ ആകാം. ഓക്കെ, അപ്പൊ നോക്കുന്നുണ്ട്. നോക്കിയിട്ട് പുള്ളി കിടക്കുന്നതും ഉണ്ട്. ഓക്കെ, കിടന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് ഞാനൊക്കെ ആണെങ്കിലും ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ പുതപ്പ് ഇങ്ങനെ വെച്ച്, കാല് ചിലപ്പോൾ ഇങ്ങനെ വെച്ച്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിഞ്ഞ് അങ്ങനെ കിടക്കാറുള്ള, നോർമലി അങ്ങനെ കുറെ പേര് അങ്ങനെ കിടക്കുമ്പോഴേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആരും കിടക്കാറില്ല. പിന്നെ നമ്മളിപ്പോ അപ്പുറത്തെ സൈഡിൽ, ആ റൈറ്റ് സൈഡിൽ കിടന്ന വ്യക്തിനെ നോക്കുവാണെങ്കിൽ, അനുമോൾ എന്ന് പറയുന്ന വ്യക്തിനെ നോക്കുക, അനുമോൾ ആയിരിക്കാം അല്ലെങ്കിൽ ശൈത്യ ആയിരിക്കാം. ഓക്കെ, അനുമോള് അവിടെ കാണാനില്ല. അത് ശൈത്യ ആണെങ്കിൽ അനുമോൾ ആ ഭാഗത്തേ ഇല്ല. സോ അവര് ആ കിടക്കുന്ന റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആള് അനങ്ങുന്നത് പോലും ഇല്ല. ഓക്കെ, അത് ചത്തതുപോലെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. നമ്മൾ ഡീപ്പ് സ്ലീപ്പ് ആവുമ്പോഴാണ് നമ്മൾ അനങ്ങാത്ത, അല്ലെങ്കിൽ അനങ്ങും അല്ലെ. അപ്പം ആ പുതപ്പ് അനങ്ങുന്നുണ്ട്. ആ ഒരു പുതപ്പ് അനങ്ങുന്നതും അനുമോള് പറഞ്ഞതും വെച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇത്രയും നെഗറ്റീവായിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. സോ ഇപ്പം ഞാൻ കിടക്കുന്നതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇങ്ങനെ അനങ്ങി അപ്പം ആ ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, മീൻസ് ആ ഒരു കംഫർട്ട് വരുന്നതോടം വരെ നിൽക്കും. പിന്നെ ജിസൈല് പറയുന്നുണ്ട്, ഇവളെ കണ്ടോണ്ട് ഞങ്ങൾ ഇവളെ കാണിക്കാൻ വേണ്ടിയിട്ട് പുതപ്പ് ഇങ്ങനെ പൊക്കുകയും താക്കുകയും അനക്കുകയും ഒക്കെ ചെയ്തതാണെന്ന് ജിസൈല് പറയുന്നതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ പിന്നെ ഒരു പ്രൂവ് ആയിട്ട് എനിക്കൊരു ജെന്യൂൻ ആയിട്ടൊരു ഒരു ആൻസർ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസൈല് പറഞ്ഞു ഞാൻ സിംഗിൾ ആണ്. ഇപ്പൊ ആര്യൻ തുറന്നു പറയാൻ ഇതായില്ലെങ്കിൽ പോലും ജിസൈല് പറയുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജിസൈല് പറയുന്നത് ഞാൻ സിംഗിൾ ആണ്, അവനും സിംഗിൾ ആണ്, ഞങ്ങളിപ്പോ ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, വേറെ ഒരു ഇതും ഇല്ല എന്ന് പുള്ളിക്കാരി വെളിയിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ജെന്യൂൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അനുമോളെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരി ഒരു പക്കാ നാട്ടിൻ പുറത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജിസൈലിന്റെ ഡ്രസ്സിന് ഇറക്കം കുറവാന്ന് പറഞ്ഞിട്ട് ആദിലയുടെയും നൂറയുടെയും എടുത്തിങ്ങനെ സംസാരിക്കുന്ന ഒരു പോർഷൻ, ഒരു കാര്യം ഞാൻ കണ്ടിരുന്നു. അപ്പം അവര് രണ്ടുപേരും ചോദിക്കുന്നത്, നീ എന്തിനാണ്, അവൾക്ക് ഡ്രസ്സ് ഇറക്കം കുറവാണെങ്കിൽ അവളിട്ട്, അത് അവളുടെ കംഫർട്ടാണ്, അവൾ അത് ബോയ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ആണെന്ന് നീ പറയണ്ട എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു ചർച്ചയും കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ലൈവിലാണെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു സംഭവം, അപ്പം പുള്ളി അങ്ങ് കുലസ്ത്രീ ആയിട്ടാണ് അനുമോൾ നിൽക്കുന്നത്. എല്ലാരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, നല്ല ഡ്രസ്സ് ഇടണം, ലവ് ട്രാക്ക് എടുക്കാൻ പാടില്ല, നമുക്ക് ഇഷ്ടമുള്ളവരെ പ്രേമിച്ച് കെട്ടണം. ആക്ച്വലി ഞാനും ഇടുക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നാണ്. സോ എൻ്റെ മെന്റാലിറ്റിയും ആ ഒരു ടൈമിൽ അങ്ങനെയായിരുന്നു. മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം, നമ്മുടെ ലൈഫ് എന്തായാലും മറ്റുള്ളവർ നല്ലത് പറയണം എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പോ ഒരിക്കലും ഞാൻ അങ്ങനെയല്ല. വാട്ട് എവർ ഐ വാണ്ട് ഐ വിൽ ഡു. മറ്റുള്ളവരെ എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്നെ അത് ഒരിക്കലും അത് എഫക്ട് പോലും ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് എൻ്റെ ചില കമന്റ്സ് ഒക്കെ നല്ല നെഗറ്റീവ്സ് ഉണ്ട്, എനിക്കതൊന്നും എഫക്ട് ആവാറേ ഇല്ല. ഞാനത് ലൈക്ക് അടിച്ച് വിടാറേ ഉള്ളൂ. സോ നെഗറ്റീവ്സിന് പോലും ലൈക്ക് അടിക്കുന്ന ഒരു ചാനൽ എൻ്റെ ആയിരിക്കാം ചിലപ്പോ. അപ്പോ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇങ്ങനെ വന്നിരുന്ന രണ്ട് വാക്ക് പറയാനായിട്ട് നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യണേ എത്ര വീഡിയോസ് കാണണം, എത്ര നേരം. ഞാനൊക്കെ വർക്കിംഗ് ആണ്. അപ്പൊ അതിന് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് യൂട്യൂബ് മീൻസ് നമ്മുടെ ബിഗ് ബോസ് കാണുന്നത്. അതിനകത്ത് അത് കീനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു 5 മിനിറ്റത്തെ വീഡിയോ പോലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ അടിയിൽ വന്നൊരു കുറ്റം പറഞ്ഞ ഒരു കമന്റ് ഇടുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിച്ചിട്ട് നെഗറ്റീവ് പറയുമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ. ബട്ട് പണ്ടത്തെ ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോറി കേട്ടോ, പണ്ടൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ അവര് നല്ലത് പറയണം, ഇവര് നല്ലത് പറയണം, അവർക്ക് ഇഷ്ടപ്പെടുവോ, ഈ ഒരു കാര്യം ചെയ്താൽ ഇവർക്ക് ഇഷ്ടപ്പെടുവോ, ഇവർക്ക് ഇഷ്ടപ്പെടുവോ, അവർക്ക് ആ ഒരു ക്യാരക്ടറാണ്.
നമ്മളുടെ ഭയങ്കര പക്കാ കുലസ്ത്രീയാണ്. ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ ഗ്രഡ്ജ് വെക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അനുമോൾ കുറെ പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ ഇത് നിങ്ങളോട് എടുത്ത് പറയാനുള്ള കാരണം ആര്യൻ എന്റെ അമ്മയെ വിളിച്ചു. ആൻഡ് ഇത് ജിസേല് ചോദിക്കുന്നുണ്ട്, ആര്യനോടുള്ള ഗ്രഡ്ജ് നീ എന്നെയും കൂടെ എന്തിനാ വലിച്ചിട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഭയങ്കര ഇങ്ങനെ ഒരു അലിഗേഷൻസ് വന്നിട്ടേ ഇല്ല. സീരിയസ്ലി ജാസ്മിനൊക്കെ എന്ത് ബെറ്റർ എന്ന് ഇപ്പൊ അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ജാസ്മിനൊക്കെ ഭയങ്കര ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ആദില നൂറ, ഇപ്പൊ അനുമോൾ ഇപ്പൊ തല പൊക്കി വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ജിസിനും മസ്താനിയും തന്നെയാണ് കേട്ടാ. അപ്പൊ ഇതിപ്പോ അവള് പറയാനുള്ള കാരണം അവര് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അവര് കണ്ടിരുന്നു, നമ്മൾ കണ്ട സാധനം തന്നെ അവരും കണ്ടിട്ടുള്ളൂ. അതാണ് ഇപ്പം അനുമോള് നിന്നിട്ട് ഇങ്ങനെ പറയണേ. പിന്നെ ആദില നൂറയും പറയുന്നത് ഇവള് ഫേക്ക് ആണോ, ഇവൾക്ക് ഒരു മാറ്റമുണ്ട്, വൈൽഡ് കാർഡ് എൻട്രീസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കര മാറ്റമുണ്ട്. അപ്പൊ അത് അവര് മാറ്റമുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, അവര് അനുമോളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. ദെൻ അനുമോള് പറയുന്നുണ്ട്, അത് ഞാനിപ്പോ അവരുടെ അടുത്ത് ചിരിച്ചു കളിച്ച് നിൽക്കുന്നതേ ഉള്ളൂ, പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും അല്ല എന്നൊക്കെ. പിന്നെ മസ്താനിയുടെ അടുത്ത് അനുമോള് പറയാം, അനുമോള് ഗ്രഡ്ജ് വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന്, ഞാൻ ചിരിച്ച് സംസാരിച്ചാലും എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു, എൻ്റെ തോളിൻ്റെ അവൻ തട്ടി, ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള രീതിയിൽ മസ്താനിന്റെ അടുത്ത് ഇവള് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരി നല്ല രീതിക്ക് ഗ്രഡ്ജ് കൊണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി അല്ല. ദെൻ ആദില ആൻഡ് നൂറ ഇവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല, ഞാനിങ്ങനെ ഇതാകുന്നുണ്ടെന്നൊക്കെ. പക്ഷെ ആദില നൂറയുടെ ഒരു സ്റ്റാൻഡ് ഇപ്പൊ എന്താണെന്നറിയാമോ, ശൈത്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിനക്ക് ഇനി അവളുടെ അടുത്ത് കിടക്കാൻ വയ്യെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ കൂടെ വന്ന് കിടന്നു എന്ന് ശൈത്യയോട് പറഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതിൽ നോക്കുമ്പോൾ അനുമോളുടെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ആൻഡ് ജിസേലിന്റെ അടുത്ത് പോകുന്നു. ഇവളുമാരിങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് ഇവളുമാരിങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. അതും പോരാഞ്ഞിട്ട് എല്ലാവർക്കും ഈ നാട്ട കേസ് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇങ്ങനെ അനുമോൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഡെമോ ചെയ്ത് കാണിക്കാൻ പറ്റുമോന്ന്, അങ്ങനെ മസ്താനിയും അനുമോളും കൂടെ അവിടെ നിന്ന് ഡെമോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടി എല്ലാവരുടെയും ഒരു രണയൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് നിന്നോൾ ഓടി വന്നിട്ടാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് ഇത് പ്രൂവ് ചെയ്യണം. ഒരാളുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഡിഗ്നിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും ഇത് നെഗറ്റീവ് ആണെങ്കിൽ അനുമോളെ ആ ബിഗ് ബോസിൽ തുടരാൻ സമ്മതിക്കരുത്. അനുമോള് വെളിയിലേക്ക് തന്നെ പോണം എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് ഇപ്പോൾ നമുക്ക് കുറെ കമന്റ്സിലൊക്കെ നോക്കിയാലും അനുമോൾക്കുള്ള സപ്പോർട്ട് അങ്ങ് നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അനുമോൾക്ക് എതിരെ ആയിട്ടുണ്ട്. അപ്പം അനുമോൾ എന്തായാലും ബിഗ് ബോസിൽ പോണം എന്ന് തന്നെയാണ്. ബിഗ് ബോസ് എന്തായാലും പറഞ്ഞു വിടണം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവര്. പിന്നെ അടുത്തതായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ നോക്കാം. അതായത് ജിസേല് പറയുന്നുണ്ട് ഷാനവാസിനോട്, ജിസേൽ അത് ഓപ്പൺ ആയിട്ട് ജിസേലിന് ഷാനവാസിനോട് ഓപ്പൺ ഒരു എന്താ പറയാ ഒരു സോഫ്റ്റ് കോർണേഴ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഷാനവാസ് പറയുന്നുണ്ട് എനിക്ക് മക്കളും പിള്ളേരൊക്കെ ഉണ്ട് വെളിയില്, ഷാനവാസിനും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഷാനവാസ് അവിടെ കരയുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പം ജിസേല് ഭയങ്കര വിഷമമാവുകയും ടിഷ്യൂ പേപ്പർ ഒക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ആ ഒരു ലവ് ട്രാക്ക് എങ്ങനെയാവും നമുക്ക് നോക്കാം. അവർക്ക് രണ്ടുപേർക്കും തമ്മിലൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോ അതെന്താവും എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ബിഗ് ബോസിനോടുള്ള ബിഗ് ബോസ് ആരെങ്കിലും ഒക്കെ കാണുവാണെങ്കിൽ ദയവേത് ബിഗ് ബോസ് ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് തീർച്ചയായിട്ടും പ്രൂവ് ചെയ്ത് കേൾപ്പിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.